ഹലോ നമസ്കാരം. ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഐറ്റം ഒരു അടിപൊളി ഹൽവയാണ്. വാട്ടർ മെലൂൺ കൊണ്ടൊരു ഹൽവ. അപ്പോൾ തണ്ണിമത്തൻ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഏകദേശം വലിയൊരു കപ്പ് തണ്ണിമത്തൻ്റെ നീരാണ് വേണ്ടത്. അപ്പോൾ മിക്സിയുടെ ഒരു ജാറ് നിറയെ ഞാൻ ഇവിടെ തണ്ണിമത്തൻ്റെ കണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഏകദേശം ഒരു കപ്പിലേക്കുള്ള തണ്ണിമത്തൻ്റെ നീര് കിട്ടും. അപ്പോൾ മിക്സി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കപ്പിലേക്ക് അരിച്ചെടുക്കണം. നമ്മൾ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് കോൺഫ്ലവർ പൗഡറാണ്. ഒരു കപ്പ് കോൺഫ്ലവർ പൗഡർ നമ്മൾ എടുത്തിരിക്കുന്ന തണ്ണിമത്തൻ്റെ നീരിലോട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് പഞ്ചസാര ഒരു കപ്പ് അതിലേക്കിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് കിട്ടിയാൽ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് അല്പനേരം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് കുറുകി വരുന്ന ഒരു പരുവമാണ് വേണ്ടത്. നമുക്ക് ഏകദേശം ഒരു കട്ടിയായിട്ട് കുറുകി വരുന്ന ഒരു പരുവത്തിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ കോൺഫ്ലവർ പൗഡർ കൂടി ചേർത്തേക്കുന്ന മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തണ്ണിമത്തൻ്റെ നീരും കോൺഫ്ലവർ പൗഡറും കൂടെ ചേർക്കുന്ന സമയത്ത് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കട്ട കെട്ടാതെ വേണം നമുക്ക് അതിൻ്റെ നീരെടുക്കുവാൻ. ഇനി നമുക്ക് കട്ടിയായി കുറുകി കിട്ടുന്ന ഒരു പരുവത്തിന് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അല്പനേരം ഇളക്കി കൊടുക്കണം. നമ്മൾ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുക്കുന്നത്. ഒന്ന് നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കുന്ന ടൈമിൽ, 2 നമ്മൾ അതിലേക്ക് തണ്ണിമത്തൻ്റെ നീരൊഴിച്ച് കഴിഞ്ഞ് അതൊന്ന് കുറുകി വരുന്ന പരുവത്തിനും. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നട്ട്സൊക്കെ നെയ്യിൽ വറുത്തത് അതിലേക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം ഏലക്ക കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹൽവയുടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിൽ അല്പം നെയ്യ് പുരട്ടി നമുക്കതിലേക്ക് ഇത് മാറ്റാം. നല്ല ഉഗ്രം പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയായിരിക്കും. നമുക്ക് ഈ പരുവം കാണുമ്പോൾ തന്നെ അറിയാം, നാവിൽ രുചിയൂറുന്ന ഒരു പരുവമാണിത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഏകദേശം ഒരു അരമണിക്കൂർ ഇതൊന്ന് സെറ്റാവാൻ നമുക്ക് വെക്കണം. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൽവ റെഡി. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അടിപൊളി ഹൽവയാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത ടേസ്റ്റാണ്. നല്ല സൂപ്പർ ഹൽവ, വളരെ ടേസ്റ്റിയാണ്. കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു പരുവാണിതിന്. അപ്പോൾ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി അമർത്താൻ മറക്കരുത്. നിങ്ങൾ തരുന്ന വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം.